സ്തുതിച്ചിടുവിൻ, കീർത്തനങ്ങൾ ദേവനു പാടിയിടുവിൻ. സ്തുതി ഉചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. സ്തുതിച്ചിടുവിൻ, കീർത്തനങ്ങൾ ദേവനു പാടിയിടുവിൻ. സ്തുതി ഉചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തിരുക്കരങ്ങൾ നിരത്തി വച്ചു, താരകങ്ങൾ ഗഗനേ ഉരുകിയവൻ നമുക്കു രക്ഷ മാർഗമതീനു മുന്നേ. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു. ഉന്നതനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ഹല്ലേലൂയ. യേശുക്രിസ്തു ഇവിടെ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു, ഇന്നും ജീവിക്കുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മുടെ ജീവിതം ഇനി ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും യേശു സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു മനുഷ്യനായി ചുരുങ്ങി ഈ ഭൂമിയിൽ വന്ന് മറിയയുടെ ഉദരത്തിനകത്ത്, കഴിഞ്ഞ ആഴ്ച വന്നില്ലേ, മറിയയുടെ ഉദരത്തിനകത്ത് കയറണമെങ്കിൽ എന്താകണമായിരുന്നു? ഒരു മനുഷ്യനായി ജനിക്കണമെങ്കിൽ എന്താകണമായിരുന്നു? യേശു ദൈവം ചെറുതാകണമായിരുന്നു. ചെറുതായി ആത്മാവായി. ആത്മാവിന് മാത്രമേ അവളുടെ യൂട്രസിനകത്ത് കിടക്കാൻ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് എഴുതി വച്ചിരിക്കുന്നത്, എല്ലാവരുടെ പേരും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പൻ്റെ പേരിൽ ജനിച്ചു എന്ന് എഴുതിയിരിക്കുമ്പോൾ യേശുവിനത് മാത്രം മറിയവിടെ. കണ്ടോ അർത്ഥം എന്താ? അപ്പൻ്റെ പേരെഴുത അവിടെ ഇല്ല. ദൈവത്തിന് സ്വാതന്ത്ര്യം. അപ്പോൾ ഈ ദൈവം തന്നെ ചുരുങ്ങി പരിശുദ്ധ ആത്മാവായി മറിയയുടെ യൂട്രസിനകത്ത് അങ്ങോട്ട് 14-15 വയസ്സുള്ളപ്പോൾ അങ്ങോട്ട് ഇറങ്ങി. സ്തോത്രം. പൂർണ്ണ ഗർഭിണിയായി ജഡത്തിൽ യേശുക്രിസ്തു ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു. എന്നിട്ട് പറഞ്ഞു, ശാലിനി ഞാനിത് നടക്കാൻ പോകുകയാണ്, നീ എൻ്റെ വേദപുസ്തകം നോക്കി മനസ്സിലാക്കണം, നീ വായിക്കുമ്പോഴെല്ലാം ഞാൻ നടന്നത് കാണണം, എന്നിട്ട് നിൻ്റെ അകത്ത് എന്നെ സ്വീകരിച്ച് ഞാൻ നിന്നിൽ നടക്കണം. നടന്ന് ഈ ഭൂമിയിൽ നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ നീ കുടുംബജീവിതത്തിനകത്തായിരിക്കുമ്പോഴും, നീ അമ്മയുടെ സ്ഥാനത്തിരിക്കുമ്പോഴും, ഭാര്യയുടെ സ്ഥാനത്തിരിക്കുമ്പോഴും, അമ്മാമ്മയുടെ സ്ഥാനത്തിരിക്കുമ്പോഴും, മുത്തശ്ശിയുടെ സ്ഥാനത്ത് ഒരുപക്ഷെ ഇരിക്കുമ്പോഴും, ഏത് പ്രായത്തിലിരിക്കുമ്പോഴും നീ എന്നെ മാത്രം എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി നിൻ്റെ വേല തികയ്ക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ട്? ദേഹവും ദേഹിയും ആത്മാവും. ഒരു ശരീരമുണ്ട്, ഒരു ജഡമുണ്ട്, പിന്നെ മനസ്സുണ്ട്, പിന്നെ എന്തുണ്ട്? ആത്മാവ് ഉണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ട്? മനസ്സുണ്ട്, ആത്മാവുണ്ട്, ജഡമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് 3 ഉണ്ടല്ലേ? നമ്മൾ യേശുവിനെ ഏദൻ തോട്ടത്തിന് ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം, മുമ്പും പലപ്പോഴും ഒരുപാട് തവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത് വരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏദൻ തോട്ടത്തിനകത്ത് ആദമും ഹൗവയ്ക്കും ഉണ്ടായിരുന്ന ജീവൻ അവർ പാപം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. പിന്നെ അവരിൽ ജനിച്ച സകല ജനങ്ങളും ആരായി മാറി? പാപികളായി മാറി. സകലരും പാപികളായി മാറി. അപ്പോൾ നമ്മളും ആരായി മാറി? അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. കണ്ടോ? അപ്പോൾ ഒറ്റ നീതിമാന്മാരുമില്ല. നീതിമാന്മാരില്ലാത്ത കാരണം എന്താ? ആദം പാപം ചെയ്തു, ഹൗവ പാപം ചെയ്തു. അതോടുകൂടെ അവരിൽ ജനിച്ച സന്താന പരമ്പരകൾ മുഴുവനും ഇനി എത്ര തലമുറ ജനിക്കാനുണ്ടോ അത്രയും പേരും പാപത്തിലാണ് ജനിക്കുന്നത്. പാപത്തിൽ ജനിക്കാത്ത ഒരാളെ ഉള്ളതാരാ? യേശു ക്രിസ്തു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ പാപം ചെയ്ത് ദൈവത്തിൻ്റെ ജീവൻ ആദമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവിടെ ഒരു പാപത്താൽ ഒരു മരണം സംഭവിച്ചു. ഒരു ആത്മീക മരണം സംഭവിച്ചു. കർത്താവിനെ കാണാൻ പറ്റാത്ത മരണം സംഭവിച്ചു. പാപം ചെയ്യാതിരിക്കാൻ പറ്റിയ കൃപ കൊടുത്ത ആ കൃപ നഷ്ടപ്പെട്ടു. ആ ജീവൻ നഷ്ടപ്പെട്ടു. അവൻ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ജീവിച്ചത് ആത്മാവിലല്ല, അതുവരെയും ജീവിച്ചത് ഏതിലായിരുന്നു? ആത്മാവിൽ. കർത്താവിൻ്റെ കാലൊച്ച കേൾക്കും. അപ്പോൾ തന്നെ അവർ പറയും, അപ്പൻ വന്നു. ആത്മാവ് പറഞ്ഞു കൊടുക്കും, മക്കളേതാ? കാലൊച്ച. ഏദൻ തോട്ടത്തിനകത്ത്
ഇന്ന് നമ്മൾ കാലൊച്ചയല്ല മാത്രമല്ല കേൾക്കേണ്ടത്, അപ്പൻ്റെ ശബ്ദവും അപ്പൻ്റെ വാസനയും. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? പുതിയ നിയമസഭയ്ക്ക് ഇതെല്ലാം ദൈവം തരാൻ ഉറപ്പാണ്. ഹല്ലേലൂയ. എപ്പോഴും ആ കർത്താവിൻ്റെ കൂടെ. അവിടെ വച്ച് എല്ലാം നഷ്ടപ്പെട്ട് അടുത്ത് വന്ന സന്താന പരമ്പരകൾ മുഴുവനും പാപികളാണ്. എന്നാൽ ഈ പാപത്തെ രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല. പഴയ നിയമത്തിൽ ഒരുപാട് യാഗങ്ങളും അർപ്പണങ്ങളും തർപ്പണങ്ങളും ഒക്കെ ചെയ്തു. വർഷത്തിലൊരിക്കൽ പാപം നീക്കാൻ യാഗം ചെയ്തു. പാപം പോക്കും പുരോഹിതന്മാർ പാപം നീക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മൃഗങ്ങളെ യാഗം കഴിക്കും, അവരുടെ മേൽ പാപത്തെ ചുമത്തും. ആ ദൈവ മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ ആ പുരോഹിതന് വേണ്ടിയും പാപം ഏറ്റുപറഞ്ഞ് ചുമത്തും. പിന്നെ വരുന്ന ജനത്തിന് വേണ്ടി പുരോഹിതൻ എന്ത് ചെയ്യും? പാപം ഏറ്റുപറഞ്ഞ് മൃഗത്തിൻ്റെ മേൽ ചുമത്തി സ്വത്രം അതിനെ തകർക്കുമായിരുന്നു. എന്നാൽ അത് ഏതുവരെ പോയി? യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ. എന്നാൽ ഒറ്റ യാഗം, യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം തീർന്നു. ഒറ്റ യാഗം. ആരുടെ യാഗം? യേശുക്രിസ്തു. അപ്പോൾ ആദവിൽ മരിച്ച എല്ലാവരും ജീവിപ്പിക്കാൻ യേശു എന്ന പാപത്തിൽ ജനിക്കാത്ത ഒറ്റ ആളുടെ ജീവൻ മതി. ആ ജീവനാണ് ആരുടെ അകത്ത് വരേണ്ടത്? എല്ലാ മനുഷ്യരുടെ അകത്ത് വരേണ്ടത്. അപ്പോൾ അതുവരെയും ഈ മനുഷ്യൻ, യേശുവിനെ കണ്ടുമുട്ടാത്ത മനുഷ്യൻ ജീവിക്കുന്നത് ആത്മാവിലല്ല. പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? യേശുവിനെ കണ്ടുമുട്ടാത്ത മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ജഡത്തിലാണ് ജീവിക്കുന്നത്. ജഡത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും മനുഷ്യന് തോന്നുന്ന ഒരു കാര്യമുണ്ട്, അവൻ കാണട്ടെ എനിക്ക് ഇന്നതെല്ലാം ഉണ്ടെന്ന്. ഇത് ജഡത്തിൻ്റെതാണോ ആത്മാവിൻ്റെതാണോ മനസ്സിൻ്റെതാണോ? മനസ്സിൻ്റെത് ഒരു കുറച്ച് കാണും, പക്ഷെ ജഡത്തിൻ്റെതാണ് കൂടുതൽ. അവൻ കാണട്ടെ എനിക്ക് ഇന്നതുണ്ടെന്ന്, അവൻ കാണട്ടെ എനിക്ക് ഇന്ന സാധനം ഉണ്ടെന്ന്, കാണട്ടെ, അവനെ കാണിക്കാൻ ഉണ്ടോ? എനിക്ക് ഇന്നതുണ്ട്, മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു വെപ്രാളം. അത് ആത്മാവിൻ്റെതല്ല, പിന്നെ ജഡത്തിൻ്റെതാണ്. കണ്ടോ? പിന്നെ ഞാൻ എന്തോ ആണ്. പാപം എന്തോന്നാ? ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, സമ്പത്ത് കിട്ടിയ പിന്നെ ആളിനെ മറക്കും, കുടുംബത്തെ പോലും മറക്കും, ബന്ധുക്കളെ പോലും മറക്കും, നാട്ടുകാരെ പോലും മറക്കും. ഞാൻ ഒരു സത്യം പറഞ്ഞില്ലേ ഒരു ദിവസം? എന്തോന്നാ സത്യം? എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞിൽ നടന്ന ഒരു സത്യം ഞാൻ പറഞ്ഞില്ലേ? എന്തോന്നാ സത്യം? സ്വത്രം. ഒരു സഹോദരൻ എവിടെയോ പോയി, വിദേശത്തല്ല വേറെ എവിടെയോ ജോലിക്ക് പോയി. ചില നാൾ പുള്ളി അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് താൻ കാറിൽ വേറൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഇനി ചെയ്ത് നല്ല രീതിയിൽ ജയൻ്റെ പാൻ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഷൂ ഒക്കെ ഇട്ട് പിന്നെ സോക്സൊക്കെ ഇട്ട്, സോക്സൊക്കെ കാണാൻ കണക്കിനൊക്കെ നല്ല രീതിയിലിട്ട്, ഷൂ ഒക്കെ നല്ല രീതിയിലൊക്കെ ഇട്ട് തേച്ച് മിനുക്കി നല്ലൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ അങ്ങ് വെച്ച്, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കാറിൽ വന്നു. കാറ് തുറന്ന ആൾ ഏത് സ്ഥലത്താണ് വന്ന? പുള്ളിക്കാരൻ്റെ സ്ഥലത്ത് തന്നെ വന്നു. തൊട്ടപ്പുറത്തുള്ള ജംഗ്ഷനിൽ വന്നിറങ്ങി കാറിൽ. കുറച്ച് നാൾ മാറി നിന്ന് ജോലിക്ക് പോയതാണ്. വന്നപ്പോൾ ജോലി ചെയ്ത ഇതൊന്നും അല്ല, കൊത്തമേശ്ശരിയാണ്. സത്യമാണ്. പുള്ളിക്കാരൻ തന്നെയാണ് പുള്ളിക്കാരൻ്റെ വീട് മൊത്തം പണിതത്. എനിക്കറിയാം, എൻ്റെ വീടിൻ്റെ അടുത്തല്ലേ. അപ്പോൾ പുള്ളി കുറച്ച് നാൾ ദൂരെയായിരുന്നു. വന്നു കാറിൽ വന്നു, കല്യാണം കഴിഞ്ഞിട്ടില്ല. കാറിൽ വന്നു, അവിടെ ഇറങ്ങി ഇങ്ങനെയൊക്കെ ജംഗ്ഷനിൽ വന്ന് ഇങ്ങനെയൊക്കെ നോക്കി. എല്ലാവരും കണ്ടു, എല്ലാവരും നോക്കുകയാണ്. കാറിൽ വന്ന് ഇറങ്ങി ആരും നോക്കുകയാണ്. സ്വത്രം. നല്ല കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല കളറിലുള്ള നിൽക്കുക. അപ്പോൾ എല്ലായിടവും ഇങ്ങനെ നോക്കിയിട്ട് ഇയാൾ ചോദിച്ചു, ഇത് ഏത് സ്ഥലമാണ്? അപ്പോൾ ഇയാൾ ഓരോരുത്തർക്കും 2-3 പേരുകൾ മനുഷ്യർ ഇട്ടിരിക്കുമല്ലോ പണ്ടൊക്കെ. നിങ്ങളാരും വിളിക്കില്ല, തെറ്റാ. ഞാൻ വിളിക്കത്തില്ല, നിങ്ങളാരും വിളിക്കരുത്. ഞാൻ വിളിക്കാത്തതുകൊണ്ടല്ല, നമുക്ക് വിളിക്കണ്ട. ഒരു പേര് ഓരോരുത്തർക്ക് കാണും, അത് മാത്രം നമുക്ക് മതി. നമ്മളെ വായിൽ അതിൻ്റെ അപ്പുറത്തൊന്നും ഒരു ദൈവ പൈതലിൻ്റെ ഒരു വിശുദ്ധന് ഉചിതമില്ലാത്തതൊന്നും വരരുത്. ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചതും അടുത്ത് നിന്ന ആൾ ഇയാളുടെ തനി പേരും വിളിച്ചിട്ട് നിനക്ക് അറിഞ്ഞുകൂടെടാന്ന് ചോദിച്ചു. ഒറ്റയടി. എവിടെ? ആലവിൽ ഒറ്റയടി. കൂളിംഗ് ഗ്ലാസും പോയി. ചാടി എവിടെ കയറി? കാറിനകത്ത് കയറി. ആ ഏരിയ കൂടെ ഇനി ഒരു പുല്ലോ പൊടിയോ പിടിക്കത്തില്ല. ഇതാണ് മനുഷ്യൻ്റെ മാറ്റം. 4 ചക്രം കയ്യിൽ വന്നു കഴിഞ്ഞ് ഒന്നുമില്ല. മുഴുലോകം വെട്ടിപ്പിടിച്ചാൽ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഇതെല്ലാം ജഡത്തിൻ്റെതാണ്. എന്നെ കാണിക്കുക, എൻ്റെ ഡ്രസ്സ് കാണിക്കുക, എൻ്റെ ഭംഗി കാണിക്കുക, എൻ്റെ പടത്തെ കാണിക്കുക. മനുഷ്യൻ ഇന്ന് ലോകത്തിൽ അനേകർ ജീവിക്കുന്ന ജഡത്തിലും മനസ്സിൻ്റെ ഇഷ്ടത്തിനുമാണ്. എന്തില്ല? ആത്മാവ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് ഒരു ദിവസം ദൈവത്തിൻ്റെ ആലയത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് സുവിശേഷം കേട്ട് ആ മനുഷ്യൻ അങ്ങോട്ട് കർത്താവിനെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ അണഞ്ഞു കിടക്കുന്ന ആ മണ്ഡലത്തിനകത്ത് കർത്താവാകുന്ന പ്രകാശം ഇറങ്ങി വന്ന് അതിനെ കത്തിക്കും.
കത്തിച്ചിട്ട് അവിടെ നിന്ന് പോകത്തില്ല, അവിടെ അങ്ങ് ഇരിക്കും. അപ്പോൾ എത്ര പേരായി? 3 പേരായി. ആരൊക്കെ? ജഡം, മനസ്സ്, ആത്മാവ്. ആദ്യം എത്ര പേരെ ഉള്ളായിരുന്നു? 2 പേര്. നല്ലൊരു രീതിയിൽ തീരുമാനം എടുക്കും, മനസ്സുകൊണ്ടൊരു തീരുമാനം എടുക്കും, എനിക്ക് ഇന്നതൊക്കെ ചെയ്യണം. ദൈവമൊന്നും വേണ്ട, അതെല്ലാം മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ചെയ്യാൻ പറ്റും. അപ്പം മനസ്സിലും ജഡത്തിലുമാണ് ആദ്യം ഈ മനുഷ്യൻ ജീവിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പുറത്തൊരു അണഞ്ഞു കിടക്കുന്നൊരു സ്ഥലമുണ്ട്. അതായത് എന്താ, കർത്താവിൻ്റെ ആത്മാവിരിക്കേണ്ട സ്ഥലം. അവിടെ ആത്മാവില്ല. ഈ 2 പേരിലൂടെയാണ് താമസിച്ചത്, ജീവിച്ചതും കാര്യങ്ങളെല്ലാം ചെയ്തതും പഠിച്ചതും ജോലി വാങ്ങിയതും പോയതും വന്നതും എല്ലാ നിലവാരങ്ങളിൽ പെയ്യതും ഇത് 2ലുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഇയാൾ ആരെ കണ്ടുമുട്ടി? യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശു എന്ന വെളിച്ചം, യേശു എന്ന സത്യ വെളിച്ചം, യേശു എന്ന ജീവൻ, യേശു എന്ന ആ ജീവൻ, ആ വെളിച്ചം ആ വ്യക്തിയുടെ അകത്ത് അണഞ്ഞു കിടന്നിടത്ത് വന്ന് അങ്ങ് കത്തിയിട്ട് ആ വെളിച്ചം പറഞ്ഞ്, ഞാൻ ഇവിടുന്ന് പോയാൽ ഇത് വീണ്ടും അണയും, അതുകൊണ്ട് ഞാൻ എന്നേക്കും ഇതിനകത്ത് ഇരിക്കാം. നീ അണയാതിരിക്കാൻ ഞാൻ എന്നേക്കും ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇരുന്നു. ആരിരുന്നു? ആരുടെ മേലിരുന്നു? ആ യേശുവിനെ കണ്ടുമുട്ടിയ ആളിൻ്റെ അകത്തിരുന്നു. അപ്പോൾ 2 കാര്യം നടന്നു. എന്താ നടന്നത്? 1, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി. 2, ഈ മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം രക്തം കൊണ്ട് കഴുകി. അപ്പോൾ 3, യേശു കർത്താവ് കൂടെ വസിക്കാൻ തുടങ്ങി. 4, ഇയാളുടെ കൂടെ ഇപ്പം മനസ്സും ജഡവുമല്ല, പിന്നെ ആത്മാവും കൂടെ ഉണ്ട്. കണ്ടോ? അപ്പോൾ ഇപ്പം താമസം എത്ര പേരായിട്ടാണ്? ഒരാളിൽ തന്നെ എത്ര പേരായിട്ടാണ്? 3 പേര്. ആരെല്ലാം? നേരത്തെ 2 പേരേ ഉള്ളൂ. ആരൊക്കെ? ജഡവും മനസ്സും. ഇപ്പം ആരൊക്കെ ഉണ്ട്? ജഡവും മനസ്സും ആത്മാവും. ആദ്യം തീരുമാനിച്ചത് എന്തോന്നൊക്കെ ആയിരുന്നു? നമ്മൾ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ തീരുമാനം എടുത്ത് എന്തോന്നായിരുന്നു? മനസ്സുകൊണ്ടും ജഡം കൊണ്ടും. ഈ ജഡം എന്ന് പറഞ്ഞാൽ നമ്മളാരെങ്കിലും അടിച്ചാൽ തിരിച്ചടിക്കുന്നതാണ് ജഡം. മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സ് പറയും, എടാ മിണ്ടാതിരി, നമുക്ക് തക്കം കിട്ടുമ്പോൾ കല്ലുണ്ടെങ്കിൽ എറിഞ്ഞ് തള്ളി എടാ നീ ഇപ്പം സമാനപ്പെടും, ആരും ഇല്ലാത്തപ്പം അത് മനസ്സ് പറയും. ഇവർ 2ഉം കൂടെ അങ്ങനെ ഇങ്ങനെ വർഷങ്ങൾ കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആത്മാവ് വന്നപ്പോൾ ഈ മനസ്സ് നോക്കിയപ്പോൾ ജഡം അടി കൊടുക്കും. മനസ്സ് പറയുന്നത് ജഡം അനുസരിക്കത്തില്ല. അപ്പോൾ ആത്മാവ് പറയും, നമുക്ക് യേശുവിനെ പോലെ ആകാം, നമുക്കിനി യേശുവിനെ പോലെ ജീവിക്കാം. അപ്പോൾ മനസ്സിന് ഭയങ്കര ഇഷ്ടമാവും. ആത്മാവ് പറയും, ഒരു ചെകിട്ടത്ത് അടിച്ചാൽ മറു ചെകിട്ട് കാണിച്ചു കൊടുക്കണമെന്നാണ് വേദപുസ്തകത്തിലെ വചനം. നമുക്ക് തിരിച്ചടിക്കണ്ട, നമുക്കവരെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാം. അകത്തു നിന്നും സ്നേഹം വരും, പുറത്തും. അപ്പോൾ ആത്മാവിൻ്റെ തല എപ്പോഴും ശത്രുവിനെ സ്നേഹിക്കുന്നതാണ് ആത്മാവിൻ്റെ. അപ്പോൾ ജഡം പറയും, നമുക്ക് അടി കൊടുക്കാം. മനസ്സ് കൂട്ടുവിട്ടു. കാരണം ഈ ജഡം മനസ്സ് പറയുന്നത് കേൾക്കത്തില്ല. അതുകൊണ്ട് മനസ്സ് കൂട്ടുവിട്ട് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടു. അതാണ് റോമർക്ക് ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. റോമർ 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള. കണ്ടോ, നേരത്തെ ഈ ലോകത്തിന് അനുരൂപമാകുന്ന ജഡത്തിന്റെ കാര്യം നോക്കി മനസ്സും ജഡവും അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ആത്മാവ് വന്നപ്പോ വായിച്ചേ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. കണ്ടോ, ദൈവഹിതം അറിയുന്ന തലത്തിൽ മാറിയ ആള് ആത്മതലത്തിലെത്തി. കണ്ടോ, ഇപ്പം ആത്മാവും മനസ്സും ഒന്നായി. ഇപ്പം ജഡം വേറെയായി, 3 പേരായി. മൂന്നെണ്ണം ഇല്ലേ? ആദ്യം മനസ്സും ജഡവും ഒന്നായിരുന്നു. അപ്പോഴാണ് ഇടിച്ചതും അടിച്ചതും ഓട്ടിച്ചതും വെട്ടിയതും മോശം വാക്ക് പറഞ്ഞതെല്ലാം അപ്പോഴാണ്. പക്ഷെ ഇപ്പോൾ അവിടെ വേറൊരാൾ താമസം തുടങ്ങി. അതാരാ? പാപമില്ലാത്ത ഒരാൾ, പാപം ചെയ്യാത്ത ഒരാൾ നമ്മുടെ അകത്തിരിക്കുക. പാപമേ ഇല്ല, പാപത്തിൽ ജനിച്ചിട്ടില്ല, പാപത്തിൽ ജീവിച്ചിട്ടില്ല, പാപം സംസാരിച്ചിട്ടില്ല. പല കോടതികളിലും വിസ്തരിക്കുമ്പോഴൊന്നും ആ യേശുവിൽ പാപമേ ഇല്ല. ആ യേശു ഇപ്പം ആരുടെ അകത്തിരിക്കുക? നമ്മുടെ അകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഈ യേശു അകത്തിരുന്ന് മനസ്സും യേശു ഒന്നായിരിക്കുകയാണ്. വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ജഡ ഒരിക്കലും ആത്മാവിനനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നാൾ കർത്താവും മനസ്സും ഇങ്ങനെ ഒരുമിച്ച്
ആത്മാവിൻ്റെ ചിന്ത പ്രകാരം ജീവിച്ചു കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ ഡ്യൂട്ടി പൂർത്തിയാകുമ്പോൾ മനസ്സും ആത്മാവും കൂടെ ഒറ്റ ചവിട്ടിൽ ഈ ജഡത്തെ താഴ്ത്തള്ളിയിടും. അതിൻ്റെ പേരാണ് മരണം. ഈ ഭൂമിയിൽ മരിച്ചു എന്ന് പറഞ്ഞ് കേൾക്കൂലേ, അതാണ്. എന്തോന്നാണ് സത്യത്തിൽ അവിടെ മരണം പറയുന്നെങ്കിലും മരണം ഒന്നും നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ രക്ഷപ്പെടാൻ വിടാത്ത മണ്ണാകുന്ന ഈ കവറിനെ ആത്മാവും മനസ്സും ചേർന്ന് ചവിട്ടിത്തള്ളി പുറത്താക്കിയിട്ട് പറയും, നിന്നെ എനിക്ക് ധരിക്കാൻ എനിക്ക് പറ്റത്തില്ല, പക്ഷേ ഞാനും ആത്മാവും ഒരുമിച്ച് വരുമ്പോൾ ഞങ്ങളെ ധരിക്കാൻ തക്കതായ ഒരു ശരീരമായി നീ രൂപാന്തരപ്പെട്ടിരുന്നോ, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ എവിടെ കയറി പോകും? എവിടെ പോകും? ദൈവത്തിൻ്റെ അടുത്ത് കയറി പോകും. ആരൊക്കെ? ആത്മാവും മനസ്സും കയറി പോകും. എന്നിട്ട് യേശുവിൻ്റെ രഹസ്യ വരവിൽ ഈ പോയ ആത്മാവും മനസ്സും ഇറങ്ങി വരുന്നതും ഇതിനകത്ത് കിടന്ന മണ്ണ് രൂപാന്തരപ്പെട്ട് കല്ലറ പൊട്ടിത്തുറന്ന് ഇതിനങ്ങ് സ്വീകരിച്ച് കർത്താവായ യേശുവിനെ നേരിട്ട് കാണാൻ തക്കതായ ആളായി ദൂതന്മാരെ പോലെ എവിടെ ചെന്ന് കാണും? യേശുവിൻ്റെ അടുത്ത് നിന്ന്. ഇതാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാണ് നമ്മളെ ഈ ഭൂമിയിലാക്കുന്നത്, അല്ല വേറെ ഒന്നുമല്ല. സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ യേശുവിൻ്റെ സ്വപ്നം കർത്താവ് ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണം. കർത്താവ് സ്നേഹിച്ച് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, പക്ഷേ കർത്താവിൻ്റെ ആഗ്രഹം അതാണ്. കർത്താവ് യേശു ക്രിസ്തു വലിയവനത്രേ. സ്തോത്രം. യഹൂദ ഗോത്രത്തിലെ ആരാണ് യഹൂദൻ? യഹൂദാരാ? യഹൂദാരാ? ആരാ യഹൂദ? യാക്കോബിൻ്റെ മകനാണ് യഹൂദ. ഏത് ഗോത്രത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത്? യഹൂദ ഗോത്രം. യഹൂദയുടെ ഗുണം എന്താണെന്നാണ് എടുത്തേ? യഹൂദ എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ മകനാണ് യഹൂദ. ആ യഹൂദയുടെ ഗുണം നോക്കിയാൽ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 37-ാം അധ്യായം വായിക്കുമ്പോൾ, സ്തോത്രം, 37-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം യഹൂദ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് 37-ാം അധ്യായം വായിക്കുമ്പോൾ യോസഫ് എന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് വ്യക്തമായി സ്പഷ്ടമായി നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ടക്കനെ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ യാക്കോബിൻ്റെ മകനാണ് ആര്? യോസഫ്. സ്തോത്രം. യോസഫിന് ഒരു ദിവസം തൻ്റെ അപ്പൻ സഹോദരങ്ങളെ നോക്കാൻ എവിടെ പറഞ്ഞയക്കുകയാണ്? ശേഖേമിലേക്ക്. എവിടെ പറഞ്ഞയക്കുക? ശേഖേമിലേക്ക് പറഞ്ഞയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആരാ അന്വേഷിക്കാൻ? നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവൻ അയച്ചു. അവൻ ശെഖേമിലെത്തി. എവിടെ കിടക്കുന്നു? 37:14. അപ്പോൾ സ്തോത്രം, അപ്പനാകുന്ന യാക്കോബ് ഒരു ദിവസം യോസഫിനോട് പറഞ്ഞു, മോനെ, നീ പോയി നിന്റെ സഹോദരന്മാർ സുഖമായിരിക്കുന്നോ എന്ന് എന്ത് ചെയ്യണം? നോക്കണം. സുഖമായിരിക്കുന്നെന്ന് നോക്കണം. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? ശേഖേമിൽ പോകാൻ പറയാൻ കാര്യം എന്താ? ശേഖേമിനൊരു കഥയുണ്ട് യാക്കോബിന് പറയാൻ. എന്താ കഥ? കറക്റ്റാ. ശേഖേമിനൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരു ദിവസം അപ്പനാകുന്ന യാക്കോബ് വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, അവർ സന്തോഷത്തോടെ അപ്പനും മക്കളും 11 മക്കളുമായി. അന്ന് യോസഫില്ല, ശ്രദ്ധിക്കണമേ. അന്ന് ആരില്ല? അന്ന് യോസഫില്ല. ഗുണം. സ്തോത്രം. യോസഫിനെ അപ്പൻ പറഞ്ഞ് എവിടെ അയച്ചു? ശേഖേമിൽ അയച്ചു. ശേഖേമിൽ അയക്കുമ്പോൾ കാരണം എന്താ? അവിടെ ശേഖേമിൽ ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞ കാരണം എന്താ? അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. ദീനാമ നിമിത്തം പ്രശ്നം ഉണ്ടായത് എവിടെയാ? ശേഖേമിലാണ്. പക്ഷേ അവിടെ ചെന്ന് യോസഫ് നോക്കിയപ്പോൾ ശേഖേമിൽ ചേട്ടന്മാരെ കണ്ടില്ല. അവിടെ നിന്ന് യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. യാത്ര ചെയ്ത് പോയി ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ സഹോദരന്മാർ പറഞ്ഞു, അതാ വരുന്നു ആര്? സ്വപ്നക്കാരൻ, അവനെ നമുക്ക് തട്ടിക്കളയാം എന്ന് പറയുമ്പോൾ യഹൂദ പറഞ്ഞു അവനെ, കണ്ട യഹൂദയുടെ ഒന്നാമത്തെ ഗുണം, യഹൂദ പറഞ്ഞു അവനെ എന്ത് ചെയ്യണ്ട? കൊല്ലണ്ട. അവനെ എന്ത് ചെയ്യണ്ട? അവൻ്റെ രക്തം നമ്മുടെ മേൽ വരുത്തരുത്. അവൻ്റെ രക്തം നമ്മുടെ മേൽ എന്ത് ചെയ്യില്ലേ? 26 വായിച്ചേ. വായിച്ച് 26. അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ രക്തം മറച്ചിട്ട് എന്ത് ഉപകാരം? വരുവേ, നാം അവനെ ഇശ്മായിലർക്ക് വിട്ടു. അപ്പോ യഹൂദ, നമ്മളെ യേശു ജനിച്ചത് ആരില്ല? യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാണ് ആര് ജനിച്ചേ? ഈ യഹൂദ ഗോത്രത്തിലാണ് ആര് വന്നേ? നമ്മുടെ യേശു. യഹൂദ പറഞ്ഞു, നമുക്ക് അവൻ്റെ രക്തം എന്ത് ചെയ്യണ്ട? ചിന്തണ്ട. ഒന്ന്, രക്തം ചിന്തിക്കാനല്ല ഇഷ്ടം യഹൂദയ്ക്ക്. പിന്നെയോ ഒരു സമാധാന ഉടമ്പടി. എന്നാൽ മറ്റവർ വിടുകയും ഇല്ല. അങ്ങനെയാണ് വിൽക്കാൻ വിട്ടത്. അങ്ങനെ 42-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ
42 അധ്യായം എടുത്തേ. 42 അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇതാ സ്വത്രം യോസഫിൻ്റെ അടുക്കൽ, യോസഫ് മരിച്ചു എന്നാണ് വീട്ടുകാർ അറിഞ്ഞതല്ലേ, യാക്കോബൊക്കെ. പക്ഷേ യോസഫിൻ്റെ അടുക്കൽ സഹോദരങ്ങളെ പറഞ്ഞു വിടുമ്പോൾ ഓരോന്നിനെയായിട്ട് അവിടെ പിടിച്ചു നിർത്തും. ആര്? യോസഫ് അവിടെ ആക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ യഹൂദ ചെന്ന് പറയും, അയ്യോ യജമാനനെ, മധ്യസ്ഥ ചെയ്യും. മധ്യസ്ഥ അണയ്ക്കുന്ന ഒരാളാണ് ആര്? യഹൂദ. 43 അധ്യായം വായിക്കുമ്പോൾ, 43 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ 1 മുതൽ അങ്ങോട്ട് വായിച്ചേ. എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. അവർ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട്, നിങ്ങൾ ഇനിയും പോയി കുറെ ആഹാരം കൊള്ളുവിനെന്ന് പറഞ്ഞു. അതിന് യഹൂദ അവനോട് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ കൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് നിന്ന് എപ്പോഴും മധ്യസ്ഥ അണയ്ക്കുന്ന ആരാ? യഹൂദയാ. ഹല്ലേലൂയ. വീണ്ടും വായിക്കുമ്പോൾ 8-ാം വാക്യം വായിക്കുമ്പോൾ അടുത്ത വായിച്ചേ. പിന്നെ യഹൂദ തന്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത്, ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിനെ ബാലിനെ എന്നോടുകൂടെ അയക്കണം. എന്നാൽ ഞങ്ങൾ പോകാം, ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിരിക്കാം. കണ്ടോ, ഇടയ്ക്ക് നിന്ന് ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അപ്പൻ്റെ നടുവിൽ നിന്ന് അപ്പൻ വിടാതാകുമ്പോൾ ഈ ബാക്കി ഇത്രയും മക്കളുണ്ടായിരുന്നിട്ട് ആരും അതിനിടയിൽ നിന്ന്, അപ്പാ എനിക്ക് മക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ നിനക്ക് അതെങ്കിലും തരാം, അല്ലെങ്കിൽ ഞാൻ തരാം, എന്നെ നോക്കിക്കോ, ഞാൻ നിനക്ക് നിന്നുകൊള്ളാം, ഞാൻ ഏറ്റു, ഈ കുഞ്ഞിനെ ഞാൻ ഏറ്റു, നീ വിട്ടുതാ. ഇടയ്ക്ക് നിന്ന് ഒരു മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു മനുഷ്യനാണ് ആര്? ഇതുപോലെ യോസഫിൻ്റെ അടുക്കലും ചെന്ന് യോസഫിനോട് പറയുകയാണ്. യോസഫിൻ്റെ അടുക്കലുമ്പോൾ ഇത് അപ്പനോട് പറയും. അങ്ങോട്ട് വായിക്കുമ്പോൾ സ്വത്രം യോസഫിനോട് ചെന്ന് പറയും, എൻ്റെ അപ്പൻ്റെ പ്രാണൻ ആ കുഞ്ഞിനോടാണ് പറ്റിയിരിക്കുന്നത് സ്വത്രം, അതുകൊണ്ട് നീ അവനെ തന്നേ പറ്റൂ, എനിക്ക് കൊണ്ടേ പോകാൻ പറ്റൂ. അർത്ഥം എല്ലായിടത്തും മധ്യസ്ഥ അണയ്ക്കുന്നത് ആരാ? യഹൂദയാ. ഇതേ ഗോത്രത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകം 5:5 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി വായിച്ചേ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട. ഇതേ ഗോത്രത്തിലേത്? ഈ യഹൂദ ഗോത്രത്തിൽ സിംഹവും അടുത്ത് ദാവീദിന്റെ വേരുമായവൻ. പുസ്തകം അതിന്റെ 7 മുദ്ര. നിങ്ങൾ വീട്ടിൽ പോയിട്ട് മത്തായി 1-ാം അധ്യായം വായിക്കണം, അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചേ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം എന്ത് പ്രാപിച്ചിരിക്കുന്നു? ജയം പ്രാപിച്ചിരിക്കുന്ന യേശു. സ്തോത്രം. കർത്താവ് മുദ്രകളെ പൊട്ടിക്കാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. 5:5 ഒന്നുകൂടെ വായിച്ചേ. വെളിപ്പാട് പുസ്തകം 5:5 ഒന്നുകൂടെ വായിച്ചേ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട. യഹൂദ ഗോത്രത്തിലെ സിംഹം. നമ്മുടെ യേശു ആരാ? ഈ ഗോത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞില്ലേ യഹൂദ, ആ യഹൂദ ഗോത്രത്തിലെ സിംഹവും അടുത്ത് ദാവീദിന്റെ നിങ്ങൾ മത്തായി 1 വീട്ടിൽ പോയി വായിക്കണേ. ഇത് വചനം ധ്യാനിക്കാൻ, അത് ഗ്രഹിക്കാനൊക്കെ ആഗ്രഹമുള്ളവർ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം കൂടെ വായിക്കുമ്പോൾ ഇത് 3 കൂടെ ചേർത്ത് നിങ്ങൾ വായിക്കണം. ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഈ അധ്യായങ്ങളും പിന്നെ സ്വത്രം ഇപ്പോൾ വായിക്കുന്ന ഈ അധ്യായവും പിന്നെ നേരത്തെ പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ ആ അധ്യായവും പിന്നെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 5:5 കൂടെ ചേർത്ത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം കൂടെ ചേർത്ത് വായിക്കണം. ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ധ്യാനത്തിങ്കൽ ദൈവത്തിൻ്റെ തീ കത്തും. ഹല്ലേലൂയ. ആ കൃപ അങ്ങിറങ്ങും. നമ്മളായിരിക്കുന്ന സ്ഥലം മുഴുവൻ ദൈവസാന്നിധ്യത്തിനകത്താണ് നമ്മളിരിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ കൃപ, മറ്റൊരു കൃപ കൂടെ നമ്മൾ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും. വേറെ ഒന്നുമല്ല, യഹൂദ ഗോത്രത്തിലെ സിംഹവും. വായിച്ച് ഒന്നുകൂടെ വെളിപ്പാട് 5:5. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. പുസ്തകവും അതിന്റെ 7 മുദ്രയും. കണ്ടോ, യഹൂദ ഗോത്രത്തിലെ സിംഹം. യഹൂദ ആരെന്ന് മനസ്സിലായോ? ഈ ഗോത്രത്തിലാണ് ആര് വന്നേ? അവൻ ജീവിച്ചിരുന്നപ്പോൾ കണ്ടോ, അവൻ്റെ പ്രവൃത്തി കണ്ടോ? മധ്യസ്ഥ അണയ്ക്കുന്നവനായിരുന്നു, ഇടയ്ക്ക് നിൽക്കുന്നവനായിരുന്നു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് യേശു ക്രിസ്തു മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുക.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ? അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നസ്രായനാകുന്ന യേശു ക്രിസ്തു 2000 വർഷങ്ങൾ കൊണ്ട് മധ്യസ്ഥ അണക്കുകയാണ്. എന്തോന്നാണ് മധ്യസ്ഥ? കഴിഞ്ഞ ദിവസം ഞാൻ അത് ധ്യാനിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇന്നും അങ്ങയുടെ പ്രാർത്ഥന തീർന്നിട്ടില്ല എനിക്ക് വേണ്ടി. ഇന്നും അങ്ങ് എൻ്റെ കാര്യങ്ങൾ മുഴുവൻ പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സഹോദര സഹോദരി, ഞാനും നിങ്ങളും പല യാത്ര ചെയ്യുമ്പോൾ, വീട്ടിനകത്ത് രാത്രി കിടക്കുമ്പോൾ, പകലിരിക്കുമ്പോഴൊക്കെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വീട്ടിലുള്ളവർ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമ്മുടെ സഭ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാൻ നിൽക്കുന്നത്. ഒപ്പം കർത്താവ് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്നത് പോലെ അതിനപ്പുറമായി ഒരുവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതാരാ? യേശു ക്രിസ്തു. ആമേൻ. നമ്മൾ അറിയാതെ നമ്മുടെ കഴിവും മിടുക്കൊണ്ടൊന്നും അല്ല ഇങ്ങനെ പോകുന്നത്. പിന്നെയോ നമുക്ക് വേണ്ടി പിതാവിനോട് എപ്പോഴും മധ്യസ്ഥ അണയ്ക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും. യഹൂദ തന്നെ മധ്യസ്ഥ അണയ്ക്കുന്നവനായിരുന്നു. ഇടയ്ക്ക് നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ, രക്തച്ചൊരിച്ചിലുണ്ടാക്കാതെ, പ്രതികൂലം ഉണ്ടാക്കാതെ, തള്ളിക്കളയാതെ, ആ യോസഫിനെ കൊന്നുകളയാതെ, ആ രക്തത്തിന്റെ ആ പങ്ക് പറ്റാതെ, അവനെ കൊന്നുകളയാതെ ഇടയ്ക്ക് നിന്നവനാരായിരുന്നു? അവനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ കൊല്ലാതെ ഇടയ്ക്ക് നിന്നവനാരായിരുന്നു? ഇവനെ കൊല്ലാന്ന് പറഞ്ഞപ്പോൾ കൊല്ലാതെ ഇടയ്ക്ക് നിന്നവനാരായിരുന്നു? ഹല്ലേലൂയ, യഹൂദയായിരുന്നു. ആ ഗോത്രത്തിലെ സിംഹമായി യേശുക്രിസ്തു വന്ന എന്തിനാ? പാപിയായി എന്നെ നരകത്തീക്കത്തുനിന്ന് വീഴാതെ എന്നെ രക്ഷിക്കാൻ, മധ്യസ്ഥ അണയ്ക്കുവാൻ, ഇന്നും മധ്യസ്ഥ അണയ്ക്കുവാൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായി ദാവീദിന്റെ വേരായി യേശുക്രിസ്തു എനിക്കായി വന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് വെളിപ്പെട്ടാൽ തന്നെ ആരാധിക്കാൻ വയ്ക്കാൻ പറ്റത്തില്ല. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി ഇത് ധ്യാനിക്കണം. എന്താണ് കർത്താവ് ഇതിൻ്റെ പൊരുൾ? നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ധ്യാനത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ഇതെവിടെയൊക്കെ ഇതിൻ്റെ വേര് ഈ വചനമായിട്ട് ബന്ധപ്പെട്ടത് കിടക്കുന്നോ അവിടെ നിന്നെല്ലാം ആത്മാവ് ഒരുമിച്ച് നമ്മുടെ അകത്തിറങ്ങി ഇടപെടാനിടയായിത്തീരും. ഇടപെടുമ്പോൾ ചില വ്യത്യസ്തമായ വെളിപ്പാട് ഇതിനകത്തൂടെ, ഓ ഹല്ലേലൂയ, എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ചില വ്യത്യസ്തമായ വെളിപ്പാടുകൾ ഈ വചനത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. മാത്രമല്ല അതിലൂടെയുള്ള കൃപയും പ്രാപിക്കാൻ ദൈവം ഒരുക്കുവാനിടയായിത്തീരും. നോക്കിയേ, അതേ ഗോത്രത്തിലെ സിംഹമായി ദാവീദിന്റെ വേരുമായവൻ പുസ്തകം തുറപ്പാൻ, സകല മുദ്രകളും പൊട്ടിപ്പാൻ ജയം പ്രാപിച്ചിറങ്ങി വന്നു. ആ യേശുവിൻ്റെ ആഗ്രഹം, ശാലിനി, നീ സകല പാപത്തെയും ജയിച്ച് ഞാൻ ജയാളിതനായി പിതാവിനോട് കൂടെ ഇരിക്കുന്നത് പോലെ നീ ജയിച്ച ഒരു ദിവസം എൻ്റെ സിംഹാസനത്തിനടുത്ത് എൻ്റെ കൂടെ വന്നിരിക്കണം. അതാണ് എൻ്റെ സ്വപ്നം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം സന്തോഷിക്കുന്നത് ഈ ലോകത്തിലുള്ള ഒരു വലിയ കാര്യം ചെയ്യുമ്പോഴല്ല, വലിയൊരു നേട്ടം നമുക്ക് കിട്ടുമ്പോഴല്ല ദൈവത്തിൻ്റെ സന്തോഷം. അത് ലോക മനുഷ്യന് സന്തോഷമാണ്. ജഡത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജഡത്തിന് ഭയങ്കര സന്തോഷമാണ്. ജഡികരായ മനുഷ്യൻ നമ്മളുടെ നന്മ കാണുമ്പോൾ പറയും, കൊള്ളാം കേട്ടോ, അവൻ ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ നേടിയല്ലോ എന്ന് ജഡികൻ പറയും. എന്നാൽ ഒരു ആത്മീകൻ ഇതൊന്നും കണ്ടാൽ ഒന്നും തോന്നത്തില്ല. ആത്മീകൻ്റെ സന്തോഷം ഒരു പാവി മാനസാന്തരപ്പെടുന്നതാണ്. ആത്മീകൻ്റെ സന്തോഷം ഒരു മദ്യപാനി രക്ഷിക്കപ്പെടുന്നതാണ്. ആത്മീകൻ്റെ സന്തോഷം, ആത്മീകൻ നൃത്തം ചെയ്യുന്ന എന്തിന്? ഓ, എൻ്റെ ഇന്ന ആള് യേശുവില്ലാത്ത ആളായിരുന്നു, ഇന്ന് അവൻ്റെ അകത്ത് യേശു വന്നു. അതിൽ പര സന്തോഷം. ആ മനുഷ്യൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുമ്പോഴാണ് ഒരു ആത്മീകന് സന്തോഷം. ഒരു ആത്മീകന് സന്തോഷം ഒരു കാറ് കിട്ടുമ്പോഴല്ല, ഒരു ലോറി കിട്ടുമ്പോഴല്ല, ഒരു ബംഗ്ലാവ് കിട്ടുമ്പോഴല്ല. സ്വർഗത്തിലെ ദൈവത്തിന് സന്തോഷം ഈ ലോകത്തിലുള്ളൊരു നന്മ കിട്ടുമ്പോഴല്ല. പിന്നെയോ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്തോഷം ഈ ലോകത്തിൻ്റെ നന്മകൾക്കപ്പുറം ക്രിസ്തുവിനെ കിട്ടുമ്പോഴാണ്. ഓ, യേശുവിനെ കിട്ടുമ്പോഴാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നമ്മുടെ സന്തോഷം എന്തിലാണ്? ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശ, നമ്മുടെ ഉറപ്പ്, നമ്മുടെ ആഗ്രഹവും, നമ്മുടെ ആവേശം എന്തിനാണ്? യേശു പറഞ്ഞു, മക്കളെ, ഞാൻ പുസ്തകം തുറപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ദൂതൻ വിളിച്ചു പറഞ്ഞു, ഓ യോഹന്നാനെ, നീ കരയണ്ട. നീ എന്തിനാ കരയുന്നത്? നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരും പുസ്തകം തുറക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ലേ. പക്ഷേ പഴയ നിയമത്തിൽ യഹൂദയുണ്ടല്ലോ, അവൻ്റെ ഗോത്രത്തിൽ, ആമേൻ, പഴയ നിയമത്തിൽ ദാവീദുണ്ടല്ലോ, ഈശായിയുടെ മകൻ, ദാവീദിന്റെ കുറ്റിയിൽ നിന്ന് ഒരു വേർ മുളച്ചു വരും. ജീസസ് ഹല്ലേലൂയ, ആമേൻ. ദാവീദിൽ നിന്ന്, ദാവീദിന്റെ വേരുമായവൻ ഇതാ ഈ പുസ്തകം തുറപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. മഹത്വവും മാനവും പുകഴ്ചയും അധികാരം ബലവും പുകഴ്ച എല്ലാവർക്കും ആ യേശു ക്രിസ്തുവിന്. ആ യേശു ക്രിസ്തു എന്നോട് നിങ്ങളോട് പറയുകയാണ്, മക്കളെ, ഞാൻ ജയിച്ചിരുന്നത് പോലെ നിങ്ങളും ജയിച്ചിരിക്കണം. ഓരോ ദിവസം കഴിയും തോറും വചനത്താൽ നിറഞ്ഞുകൊള്ളണം, ജീവനാൽ നിറഞ്ഞുകൊള്ളണം, പാപത്തെ ജയിച്ചു കൊള്ളണം. ആമേൻ. ഓ, വിശുദ്ധ വസ്ത്രം ധരിച്ചു കൊള്ളണം, അങ്കിക്ക് മീതെ അങ്കി ധരിച്ചു കൊള്ളണം. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. ഓ സ്തോത്ര. അശുദ്ധൻ ഇനിയും അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ. നീയോ വിശുദ്ധനെങ്കിൽ നീ തന്നെ വിശുദ്ധീകരിച്ചോ. നീതിമാനെങ്കിൽ ഇനിയും തന്നെ നീതീകരിച്ച് മുന്നോട്ട് വയ്ക്കോ. ഞാനോ ഇതാ വേഗം വരുന്നു.
കർത്താവ് പറഞ്ഞു, മക്കളെ നീ ഓരോ ദിവസവും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പൊയ്ക്കോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനത്തിലേക്ക് നമുക്ക് ടക്കനെ വരാം. ഹല്ലേലൂയ എന്ന് നിർത്തും പോലെ ഞാൻ നീണ്ടുപോകത്തില്ല. കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ അതിനകത്ത് 5-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ നീ എത്രയോ കാലമായി എന്നിൽ നിറഞ്ഞ് ഓരോ ദിവസവും എന്നിൽ വളർന്ന് എൻ്റെ സ്വഭാവത്താൽ നിറഞ്ഞ് ഓരോ ദിവസവും നിൻ്റെ പഞ്ച ഇന്ദ്രിയങ്ങൾക്ക് ജയം പ്രാപിച്ച് കാതിൽ നീ കഴിഞ്ഞ നാളുകൾ കേട്ട ശബ്ദമല്ല ഇനി യേശുവിനെ കേൾക്കേണ്ട കാതുകൾ. ഇനി കണ്ണുകൊണ്ട് മറ്റ് പലതും കഴിഞ്ഞ നാളുകൾ കണ്ടു. ഇനി ആ കണ്ണ് വളരേണ്ടത് പലതും കാണുന്ന കണ്ണായിട്ടല്ല, യേശുവിനെ കാണുന്ന കണ്ണായി, സ്വർഗീയ വെളിപ്പാട് കാണുന്ന കണ്ണായി. ക്രിസ്തു ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും അത് കാണുന്ന കണ്ണായി. ഓ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുന്ന കാതായി, ക്രിസ്തുവിനെ കാണുന്ന കണ്ണായി, അടുത്ത് നിൽക്കുന്ന ക്രിസ്തുവിന്. അതാ വളർച്ച, അതാ വളർച്ച. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, പാപം കണ്ണിനെ വിട്ട് ഓടുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ ആത്മാവ് നിറയുമ്പോൾ ക്രിസ്തുവിനെ കാണുകയാണ്, ആ ദൈവകൃപയാൽ നിറയുകയാണ്, ആ പരിജ്ഞാന പൂർത്തിയിലേക്ക് ഓടുകയാണ്. ഇന്ന് പകൽക്കാലം പൈതലേ, കണ്ണിനൊരു വളർച്ച വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് ശിശുവാണ്. ഹല്ലേലൂയ. ത്വക്കിൽ എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിന്ന് പഞ്ച ഇന്ദ്രിയങ്ങളിലൊന്നാണ് ത്വക്ക്. ത്വക്ക് ദൈവ സാന്നിധ്യം അറിയട്ടെ. ഹല്ലേലൂയ. പാപം തൊടുമ്പോൾ ഇനി ചലിക്കരുത് ത്വക്ക്. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. പാപം തൊടുമ്പോൾ സ്വത്രം. മദ്യം ഉപയോഗിക്കുന്നവർക്ക് ശരീരത്തിലൊരു കുറച്ച് സമയത്തേക്ക് കഴിഞ്ഞ നാളിൽ ഒരാൾ പറഞ്ഞതാ, സ്വത്രം എനിക്ക് സ്വസ്ഥതയില്ല. കഴിഞ്ഞ പരസ്യ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ സഭയിലെ യുവാക്കന്മാർ വഴിയരികിൽ നിന്ന് വിളിച്ചു പറഞ്ഞ വരി. അത് ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായിത്തീർന്നു. എന്ത് വരിയാണ് വിളിച്ചു പറഞ്ഞേ? നിങ്ങൾക്ക് സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ അല്പസമാധാനത്തിന് വേണ്ടി ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്. നമ്മുടെ പള്ളിയിലുള്ള ചെറുപ്പക്കാർ വിളിച്ച് പറഞ്ഞതാ, അല്പസമാധാനത്തിന് വേണ്ടിയായിരിക്കും നമ്മുടെ മക്കൾ, ഇനി കുഞ്ഞുമക്കളും വിളിച്ച് പറയുന്ന അടുത്ത്, അല്പസമാധാനത്തിന് വേണ്ടിയായിരിക്കും നിങ്ങളിത് മദ്യപിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പൂർണ്ണ സമാധാനം കിട്ടുന്നത് മദ്യത്തിലല്ല. അല്പസമയം നിങ്ങൾ കിറുങ്ങിയിരിക്കും, എന്നാൽ പൂർണ്ണ സമാധാനം കിട്ടുന്ന യേശുവിലാണ്. ഗട്ടയായി വചനത്തെ ഭക്ഷിക്കുന്നവൻ, ആത്മാവിൽ നിറയുന്നവൻ, മത്തുപിടിക്കുന്നവന് ഈ ലോകത്തിലെ സ്വാദ് അവൻ ഒന്നായി തോന്നത്തില്ല. അവന്റെ സ്വാദ് ക്രിസ്തുവിൻ്റെതാ. നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. അവൻ മദ്യം കണ്ടാലും അവനൊരു സ്വാദും തോന്നത്തില്ല. യേശു നിറയുന്നവൻ്റെ വ്യത്യാസം പറഞ്ഞേ, മദ്യത്തിലുള്ള സ്വാദ് അവന് തോന്നത്തില്ല. മരിച്ചു അവൻ. മദ്യം കുളിപ്പിച്ചാലും കണ്ടോ, മരിച്ചുണ്ടോ? ഹല്ലേലൂയ. സ്കിന്ന് ത്വക്ക് മരിക്കുന്ന എങ്ങനെയാ? അപ്പൻ്റെ ആത്മാവ് ഇറങ്ങിയാണ്. അതാ വളർച്ചയെന്ന് പറഞ്ഞാൽ, കണ്ണിൽ അപ്പൻ്റെ ആത്മാവ് ഇറങ്ങിയാൽ. കഴിഞ്ഞ നാൾ വരെ നീ കണ്ടത് പാവോ, ഇപ്പൊ കാണുന്ന നിന്റെ കൂടെ നടക്കുന്ന പ്രാണപ്രിയനെയാണ്. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരും, എന്റേതെല്ലാം അങ്ങയ്ക്കു മാത്രം, എന്നെ മൂറ്റും തരുന്നീതാ, എന്നെ മൂറ്റും തരുന്നീതാ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ, എൻ്റെ എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എൻ്റെ സ്നേഹം യേശുവിനു മാത്രം, വേറെ ആരും കാവരുകിൽ, എൻ്റെ യേശുവിനു മാത്രം, എന്നെ മുറ്റും തരുന്നീതാ, എന്നെ മുറ്റും തരുന്നീതാ.
എൻ്റെ ധനവും മാനമെല്ലാം അങ്ങേ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, എന്റെ സ്നേഹം യേശുവിനു മാത്രം. വേറെ ആരും കവരുകില്ല, എന്റേതെല്ലാം യേശുവിനു മാത്രം. എന്നെ മുറ്റും തരുന്നീരാ എന്നെ. ഈ കണ്ണിൽ അഭിഷേകം വന്നാലേ നിന്നെ അപ്പൻ തള്ളിക്കളഞ്ഞിരിക്കും, അമ്മ തള്ളിക്കളഞ്ഞിരിക്കും, നിന്റെ കൂട്ടുകാർ തള്ളിക്കളഞ്ഞിരിക്കും, നിന്റെ നാട്ടുകാർ തള്ളിക്കളഞ്ഞതായിരിക്കാം, നിന്റെ വീട്ടുകാർ മൊത്തം വിലക്കി നിന്നെ ഒതുക്കിയായിരിക്കാൻ പറ്റും. സാരമില്ല, നിന്റെ സകലരും ഒരു ഫംഗ്ഷന് പോലും നിന്നെ വിളിക്കാതെ വിലക്കിയായിരിക്കാൻ പറ്റിയിരിക്കുന്നത്. നിന്റെ കണ്ണ് തുറന്നാൽ നീ കാണുന്ന ആരെയാ? നിന്റെ അടുത്ത് സർവശക്തൻ നിറഞ്ഞ് ലോകം വിലക്കി നിർത്തിക്കുക. പക്ഷേ അവന്റെ വിലക്കുകളെ പൊട്ടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാണൻ വച്ച യേശു നിന്റെ അടുത്തിറങ്ങി നിന്നിട്ട് പറയും, നിന്നെ ലോകം കൂട്ടിയില്ലെങ്കിലും മോനെ മോളെ സ്വർഗത്തിലിരിക്കുന്ന ഞാൻ നിന്നെ കൂട്ടിയിട്ടുണ്ട്. കണ്ടോ, തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എൻ്റെ സ്നേഹം യേശുവിനു മാത്രം, വേറെ ആരും കവരും. ആരൊക്കെ പറയും ഇനി മദ്യത്തിനുള്ളതല്ല എൻ്റെ സ്നേഹം, സ്ത്രീ ലോകത്തിനുള്ളതല്ല, പാപ ഇമ്പത്തിനുള്ളതല്ല, ലഹരിക്കുള്ളതല്ല, അഴുക്ക സംസാരത്തിനുള്ളതല്ല, യേശുവിന്. വേറെ ആരും കവരും എൻ്റെ എന്നെ മുറ്റും തരും നീതാ, എന്നെ മുറ്റും തരും നീതാ, എന്നെ മുറ്റും തരും നീതാ. ഈ കണ്ണു തുറന്ന ഞാൻ എന്താ പറയുക? എൻ്റെ സ്നേഹം ലോകത്തിൻ്റെ മനുഷ്യ നിനക്കല്ല, എൻ്റെ സ്നേഹം പാപമേ നിനക്കല്ല, മദ്യമേ നിനക്കല്ല, ലഹരി വസ്തു നിനക്കല്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുവിനാ സ്നേഹം. കണ്ടോ, ഇത് കാണണമെങ്കിൽ പഞ്ച ഇന്ദ്രിയത്തിലൊന്നായ എൻ്റെ കണ്ണിൽ ആത്മാവ് ഇറങ്ങി തുറപ്പിക്കണം. അപ്പോഴാണ് എന്നെ സ്നേഹിച്ച എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും സ്നേഹിച്ച് എൻ്റെ അടുത്ത് നിൽക്കുന്ന പ്രാണപ്രിയനെ കാണുന്നത്. അവിടെ വച്ചാണ് തെളിയുന്നത്, പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. ഈ കണ്ണ് തുറക്കുമ്പോഴാണ് ആ ചങ്ക് കാണുന്നതും, ആ ചോര കാണുന്നതും, ആ പ്രാണപ്രിയനെ കാണുന്നതും, കെട്ടിപ്പിടിക്കുന്നതും വീഴുന്നതും കണ്ണ് തുറക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ കണ്ണുകൊണ്ട് ലോകത്തിലെ സൗന്ദര്യം കാണും, ലോകത്തിലെ ഇമ്പം കാണും, ജഡത്തിൻ്റെ ഇഷ്ടം കാണും. ആൾക്കാരെ കാണുമ്പോൾ, സൗന്ദര്യമുള്ളവരെ കാണുമ്പോൾ നിന്ന് നോക്കും. മോശ രീതിയിൽ കണ്ണുകൾ പോകും. കാരണം എന്താ? ആ കണ്ണിൽ ദൈവത്തിൻ്റെ ശക്തിയില്ല. ശക്തി വന്നാൽ നിന്റെ ആസ്വാദനം യേശു ആയിരിക്കും. നിന്റെ നോട്ടവും ചിന്തയും നമ്മുടെ എല്ലാ യേശു ആയിരിക്കും. പാപം നമ്മെ വിട്ട് ഓടും. അതിന് കണ്ണിൽ ആര് നിറയണം? യേശു നിറയണം. ഒന്ന് കാത്, ഒന്ന് കണ്ണ്, അടുത്ത് സ്കിന്ന്, അടുത്ത് വാ. കർത്താവിൻ്റെ അഭിഷേകം എൻ്റെ വായിൽ ഇറങ്ങിയാൽ
മോശം വാക്കൊന്നുപോലും. ഇത്രക്ക് മനസ്സിലായി? വളർച്ച ഉണ്ടെന്നൊന്ന് നോക്കിക്കേ. ഇന്നലെ മൊത്തം വളർച്ചയായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ 5 മണിക്കൂറോളം, എത്ര വചനമൊന്നും എനിക്കറിയത്തില്ല, എത്ര മണിക്കൂറെന്ന് എനിക്കറിയത്തില്ല, അത്രയും മണിക്കൂറും വളർച്ച ഇവിടെ വചനം. ആ മേഘത്തിൻ്റെ കീഴിൽ, ക്രിസ്തുവിൻ്റെ കൊടിക്കീഴിൽ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിനകത്തിരുന്ന്, ദൈവകൃപയ്ക്കകത്തിരുന്ന് വളർച്ചയുടെ വചനം. അങ്ങനെയെങ്കിൽ ഇന്ന് ഇത് ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, നീ വളരണം. പള്ളിയിൽ വന്നിട്ട് നമുക്ക് വളർച്ചയുണ്ടോ? കർത്താവിൻ്റെ കൃപ ഇറങ്ങിയ വളരാൻ തുടങ്ങും. ഇനി നിന്നെ പാപം കീഴടക്കത്തില്ല, ക്രിസ്തുവിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കർത്താവ് പറയുന്നു, എബ്രായർക്ക് ലേഖനത്തിനകത്ത് പറയുകയാണ്, 4:11 ടക്കനെ വായിച്ചേ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. അടുത്ത കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടക്കന്മാർ ആയിരിക്കേണ്ടത് നിങ്ങൾക്ക്. അമ്മച്ചി 6 മാസം കൊണ്ട് കർത്താവിനെ ആരാധിച്ച 6 മാസമായുള്ളൂ. അവർ സുവിശേഷം പറഞ്ഞ് ഒരു ഹൈന്ദവ സഹോദരൻ ഇപ്പോൾ ആരായി? കർത്താവിൻ്റെ പൈതലായി. നമ്മൾ 6 വർഷം കഴിഞ്ഞിട്ടും 20 വർഷം കഴിഞ്ഞിട്ടും ആരോടും പറയാത്ത നമുക്കുള്ളത് നമുക്ക് തന്നെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെന്തെന്ന് പറയുന്നത്? ഞാൻ പ്രാപിച്ച യേശുവിനെ എനിക്ക് മാത്രം മതി, ഒറ്റ എണ്ണത്തിന് ഞാൻ കൊടുക്കില്ല. അതല്ലേ? അതുകൊണ്ട് സുവിശേഷം പറയാത്ത. സുവിശേഷം എന്തില്ല? ബന്ധനം ഇല്ല. ദൈവത്തിന് സ്വാതന്ത്ര്യം. അടുത്തവർ വായിച്ചേ. ഇപ്പോൾ ഉപദേഷ്ടകന്മാർ നമ്മൾ ആരായിരിക്കേണ്ടവരാണ്? എങ്ങനെ വളർന്നെങ്കിൽ? പഞ്ച ഇന്ദ്രിയങ്ങളും ജയം പ്രാപിച്ച് ആത്മമണ്ഡലത്തിൽ കർത്താവിൻ്റെ ശബ്ദം കേട്ട്, കർത്താവ് നിൽക്കുന്നതും കൂടെ നടക്കുന്നതും കണ്ട്, ആ ഏദൻ തോട്ടത്തിനകത്ത് ഇറങ്ങി ആ ശബ്ദം കേട്ടതുപോലെ യേശുവിൻ്റെ ശബ്ദം കേട്ട് ആ സാന്നിധ്യം അറിഞ്ഞ് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതൽ വളർന്നുകൊണ്ടേയിരിക്കും, വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അടുത്തവർ വായിച്ചേ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ. അപ്പോൾ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 500 പ്രസംഗം പ്രസംഗിച്ചു, അതാണ് വളർച്ച. അതാണ് വളർച്ച. പാടില്ലായിരുന്നു ഞാനിപ്പോൾ എത്ര മണിക്കൂർ വേണം ഞാൻ നിന്ന് പാടും, അതാണ് വളർച്ച. പണ്ട് സൺഡേ സ്കൂളിലിരിക്കൂല, പള്ളിയിൽ വരത്തില്ലായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ എല്ലാത്തിനും ഇരിക്കും, അതാണ് വളർച്ച. വളർച്ചയെന്ന് പറഞ്ഞാൽ കർത്താവ് യേശുവിൻ്റെ സ്വഭാവം എൻ്റെ അകത്ത് വന്ന് എൻ്റെ ജീവിതത്തിനകത്തുള്ള രൂപാന്തരമാണ് വളർച്ച, അല്ല വേറെ ഒന്നുമല്ല വളർച്ച. പള്ളിയിലായിട്ട് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ സ്വഭാവത്തിനകത്ത് എന്തൊക്കെ യേശുവിനെ പോലെ ആയി എവിടെയൊക്കെ ഉണ്ട്, അതാണ് വളർച്ച. ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? അത് വളർച്ചയാണ്. താഴാൻ കഴിയുന്നുണ്ടോ? അത് വളർച്ചയാണ്. മറ്റൊരാളിനെ സ്നേഹിക്കാൻ, യേശു സ്നേഹിച്ചോളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ സ്നേഹിക്കും പോലല്ല, യേശു സ്നേഹിച്ചോളെ സ്നേഹിക്കാൻ കഴിയും, അതാണ് വളർച്ച. 7 അല്ല 70 വട്ടം ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് വളർച്ച. ശത്രുവിനെ കാണുമ്പോൾ പകയല്ല, വിരോധമല്ല, സ്നേഹം വരുന്നുണ്ടോ? അതാ വളർച്ച. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇപ്പോൾ ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ടവർ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ആദ്യ പാഠങ്ങളെ തന്നെ ഇപ്പോഴും രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടും, പാവമായിട്ട് പറ. ഇതൊന്നും പറയേണ്ട പള്ളിയല്ല ഇത്. സത്യത്തിൽ ഇപ്പോഴും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടും, സ്നാനപ്പെടും, പാപത്തെ ജയിച്ചു വാ, പുറത്തു വാ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വാ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വാ, ദൈവത്തിലേക്ക് ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ആരായിരിക്കേണ്ടവരാ? ശക്തിക്ക് മീതെ ശക്തി പ്രാപിച്ച് ഉപദേഷ്ടാക്കന്മാരായി ഒരു കൂട്ടം പേരോട് സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്തി പോകേണ്ട നമ്മൾ ആദ്യത്തെക്കാളും കൃപ കുറഞ്ഞ് ഇപ്പോൾ കരിക്കട്ടകളായിട്ട് അടുത്തൊരു തീ വന്ന് വീണാലേ ഇനി ഇത് എന്നാൽ നിൽക്കാനുള്ള ശേഷിയും ആ തീ അങ്ങ് മാറി ഇത് വീണ്ടും കരിക്കട്ട. എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായോ? അങ്ങനെ ആകാനല്ല. അടുത്തവർ വായിച്ച്. ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ച് തരുവാൻ ആവശ്യമായി. അടുത്തവര് കട്ടിയായുള്ള ആഹാരമല്ല. കട്ടിയായിട്ടുള്ള ആഹാരമാണ് നേരത്തെ പറഞ്ഞു. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞ എന്തോന്നായിരുന്നു? രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കർത്താവിൻ്റെ കൃപയ്ക്കകത്തിരുന്ന് പറഞ്ഞത് കർത്താവ് പഠിപ്പിച്ചത് എന്തോന്നായിരുന്നു? ശിഷ്യരായ നമ്മളെ കട്ടിയുള്ള ആഹാരം. വായിച്ചേ. പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന്. പക്ഷേ ഇപ്പം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നാണ്? നിബിളും കുപ്പിയും കയ്യിൽ ഉണ്ട്. ഇനിയെങ്കിലും രക്ഷപ്പെടുക, ഇനിയെങ്കിലും പാവം വിട്, ഇനിയെങ്കിലും ചീത്തവിളി മതിയാക്കുക, ഇനിയെങ്കിലും കള്ളത്തന്നെ വിട്. കണ്ടോ? നിപ്പിളും കുപ്പിയാ ഇപ്പോഴും. ഇപ്പം എവിടെ എത്തേണ്ടതാ? ആര് വന്ന് ശരീരത്തിൽ തൊട്ടാലും, ഏത് പാപം കണ്ടാലും, എവിടെ പോയി ഏത് സുന്ദരിയെ കണ്ടാലും ഒരു ചലനവും വരാൻ പറ്റാത്ത കൃപ കൊണ്ട് നിറഞ്ഞൊരു ശരീരമാകേണ്ട നമ്മൾ. മനസ്സിലാകുന്നുണ്ടോ? അതിനേക്കാളും താഴോട്ട് ഇപ്പം പിടി കിട്ടിയോ? അടുത്തവർ വായിച്ചേ.
പാൽ കുടിക്കുന്നവനെല്ലാം ആ പാൽ കുടിക്കുന്നവനല്ല നീതിയുടെ വചനത്തിൽ ആ പരിചയമില്ലാത്തവനത്രേ. പരിചയമില്ല. എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്ന് പരിചയമില്ല. കേൾക്കുന്നു, പോകുന്നു, കളയുന്നു, വീണ്ടും അടുത്ത ആഴ്ച വരുന്നു, കേൾക്കുന്നു, പോകുന്നു, ഓക്കെ. ഇത് നമ്മൾ എത്ര പേര് ഓർക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിത് ഓർക്കും എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് 12-ാം അധ്യായം 1-ാം വചനം മുതൽ ടക്കനെ വായിച്ചേ. ആകയാൽ നാം സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം, നാമും സാക്ഷികളുടെ ഇത്ര ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാവമുണ്ട്, അറിയാതെ ചെയ്യുന്ന പാവമുണ്ട്. ഏത് പാവം വലുത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ ഒരുപാട് തവണ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാവമുണ്ട്, അറിയാതെ ചെയ്യുന്ന പാവമുണ്ട്. ഏത് പാവമാണ് ഭയങ്കര അറിയാതെ ചെയ്യുന്നത്? എന്തുകൊണ്ടാ? പച്ചവെള്ളം പോലെ കുടിച്ചോണ്ടിരിക്കുകയല്ലേ. മറ്റേ അറിഞ്ഞിട്ട് നമുക്ക് പാവമാണെന്നറിയാം, മറ്റേത് പാവമാണെന്ന് അറിയത്തില്ല, അങ്ങ് വീണ്ടും വീണ്ടും വലിച്ചെളുത്തോണ്ടിരിക്കുക. അപ്പോൾ അത് കഠിനമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 2 തരത്തിലുള്ള പാവവും ഉണ്ട്. എല്ലാ തരത്തിലുള്ള പാവവും നമ്മളെ വിട്ട് ഓടട്ടെ. അടുത്ത വരി വായിച്ചേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ മാത്രം നോക്ക്, ജയം പ്രാപിക്കണം. അടുത്ത് തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത്. തൻ്റെ യേശുവിൻ്റെ മുമ്പിൽ വെച്ച് സന്തോഷം ആരായിരുന്നു? ഞാൻ നിങ്ങളുമായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ വെച്ച് സന്തോഷം എന്തോന്നാ? പറ. യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ സ്വഭാവം. ഇനി ഇവിടെ 4 വിരൽ നീള ആർക്കായിട്ട്? കർത്താവിനായിട്ട്. അടുത്ത വരി. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദീപസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക്. ചിലപ്പോൾ ക്ഷീണിച്ച് മടുപ്പൊക്കെ വരും, പക്ഷെ മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ടാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളണം. അടുത്ത വരി. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്തെ